മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. ദേ ഇച്ച, ആ പെണ്ണ് അധിക നാളിവിടെ നിർത്താൻ ഒക്കുകയല്ല. ആരുടെയെങ്കിലും തലയിൽ വെക്കാൻ നോക്ക്, അല്ലേലേ നമ്മുടെ മോന്റെ തലയിലാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്നതാ റീന ഈ പറയുന്നത്? അങ്ങനെ പറഞ്ഞു വിട്ട അമ്മച്ചി ആര് നോക്കും? നീ നോക്കുവോ? അമ്മച്ചിയുടെ കാലം കഴിയുവരെ അവളിവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാം. ആ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നാശത്തിന്റെ കുഞ്ഞ് നമ്മളെ അപ്പാപ്പ അമ്മാമ്മന്ന് വിളിക്കും. നോക്കിക്കോ. അവരത് പറഞ്ഞതും ജോയി അവരെ രൂക്ഷമായി നോക്കി. ഇങ്ങനെ നോക്കി ദഹിപ്പിക്കണ്ട. സത്യം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ അവന്റെ പോക്ക് ശരിയല്ല. പല തവണ ഞാൻ കണ്ടതാ. അപ്പൊ എല്ലാം ആ പെണ്ണിന് ഞാൻ ചീത്ത പറയും. അതാ ഞാൻ പറഞ്ഞത്. അവൾ എതിർത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നതേലും പറ്റിപ്പോയാൽ കുടുംബത്തിന്റെ മാനം പോകും. ഓർത്തോ? അവരോട് ഞാൻ സംസാരിക്കാൻ റീന. വേണ്ട, നിങ്ങൾ തോറ്റുപോകും. അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവാതെ വിയർക്കും നിങ്ങൾ. നിങ്ങളുടെ മോൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക അവൻ. പുച്ഛം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവരത് പറഞ്ഞ് മുറിവിട്ട് പോകുമ്പോൾ ദേഷ്യം കൊണ്ട് മേശയിൽ കൈ ആഞ്ഞടിച്ചു ജോയി. ചാരുകസേരയിൽ ഒരു ബുക്ക് നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് കിടക്കുകയാണ് ഫാദർ ആൽബർട്ട്. അച്ചോ, എന്നാ ഞാനങ്ങോട്ട് പോവുക. കഴിക്കാനുള്ളത് മേശമേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നതേലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. പള്ളിയുടെ താഴെ എൻ്റെ വീട്. മത്തായി ചേട്ടൻ അത് പറഞ്ഞത് മനോഹരമായെന്ന് ചിരിച്ചു അവൻ. ശരി മത്തായി ചേട്ടാ, പോയിക്കോളും. എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. നെഞ്ചിലെ ബുക്ക് എടുത്ത് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും കസേരയിലേക്ക് ചെരിഞ്ഞ് നക്ഷത്രങ്ങൾ നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിക്കിടന്നു. കുറച്ചകലെ കുറ്റിക്കാട്ടിൽ വെട്ടവും ഇലകളും അനങ്ങുന്നത് കണ്ടതും ടോർച്ചുമായി അങ്ങോട്ട് നടന്നു. സെമിത്തേരിയോട് ചേർന്ന് കാണുന്ന വെട്ടത്തിന്റെ ഉറവിടം തേടി അവൻ നടന്നു. ആ ഒരു ചെറു വെട്ടത്തിന്റെ അടുത്ത് 4 പേര് വട്ടം കൂടിയിരുന്ന് പുകച്ചു തള്ളുന്നതും രൂക്ഷമായ മദ്യത്തിന്റെ മണം. ഏയ്, ആരാ നിങ്ങള്? പള്ളിപ്പറമ്പിലാണ് ഇമാതിരി പണി കാണിക്കുന്നത്? അടുത്തേക്ക് പോയി ചോദിച്ചതും അവർ തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ ബോധമില്ലാതെ ആടി നിൽക്കുന്നവനെ സൂക്ഷിച്ചു നോക്കി ആൽബർട്ട്. താനല്ലേ ഇന്നലെ ആ പെൺകുട്ടിയെ? ക്രിസ്റ്റിയുടെ കണ്ണും ചെറുതായി കുറുകി. അവൻ മാഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഇതെല്ലാം എടുത്തുകൊണ്ട് പോക്കോ. ഇത് ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവേ. അച്ചോ, അത് ഞങ്ങളുടെ സ്ഥിരമായി ഉള്ളതാ. ഞങ്ങൾ ഒരു ശല്യം ഉണ്ടാക്കില്ല. അതിലൊരാൾ പറഞ്ഞതും അച്ഛനെന്ന സംബോധന കേട്ടതും ക്രിസ്റ്റിയിലൊരു ക്രൂരഭാവം നിറഞ്ഞു. അവൻ്റെ അരികിലേക്ക് അവൻ നടന്നു. അച്ഛനാണല്ലേ? പള്ളിയിലച്ഛൻ. ഇഷ്ടായി, അതിഷ്ടായി പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു അവൻ. ആ ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ ആൽബർട്ട്. ഇനി ഇവിടെ ഇതുപോലുള്ള പണി ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കും. മയക്കുമരുന്നും മദ്യം ചാരായം നീ പള്ളിപ്പറമ്പിൽ കയറ്റിക്കൂടാ പറയുകയും കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിരുന്നു അവൻ. അതെന്നതാ ഏർപ്പാടാച്ചു? ഞാൻ ആരാണെന്ന് അച്ഛൻ അറിയോ? ഞാൻ കാലത്തിങ്കൽ ജോയി വർഗീസിന്റെ മകനാ. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ അച്ചോ. പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി ക്രിസ്റ്റി. തള്ളലിൻ്റെ ശക്തിയിൽ പുറകോട്ട് ആഞ്ഞു പോയിരുന്നു ആൽബർട്ട്. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ സൗമ്യമായ ചിരിയായിരുന്നു. നെഞ്ച് തൂത്തുവിട്ടു ആൽബർട്ട്. നീ ഏത് കൊമ്പത്തെ കളത്തിങ്കൽ ജോയിയുടെ മോനാണെങ്കിലും ഈ ഫാദർ ആൽബർട്ട് ഇമാനുമൊന്നുമില്ല. എൻ്റെ പദവി, ഞാനിരിക്കുന്ന സ്ഥാനം, ഇതെല്ലാം മാനിച്ച് പറയുക. ഇനി ഇമാതിരി പണി ഇവിടെ കണ്ട ഞാൻ കുറച്ചു നേരത്തേക്ക് ഫാദർ ആൽബർട്ട് അല്ലാതെ വെറും ആൽബർട്ടാവും. ഈ ലോഹം അടിച്ചു മാറ്റിയ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. നിനക്കിട്ടൊന്ന് പൊട്ടിക്കാനും ഞാൻ മടിക്കില്ലെന്ന് അർത്ഥം. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ക്രിസ്റ്റിയുടെ കോപം നിറഞ്ഞ വാക്കുകൾ അവനെ തേടിയെത്തി. എന്നാ അച്ഛൻ കുറച്ച് പേർക്കും ഈ ക്രിസ്റ്റിയെ നോവിക്കുന്നവരെ അങ്ങനെയങ്ങ് മറക്കില്ല ഞാൻ. ഓ ആയിക്കോട്ടെ, ആ വിയർപ്പ് ഞാനങ്ങ് തുടച്ചോളാം. ഇപ്പൊ യുവമാരെയും കൂട്ടി ഇതെല്ലാം എടുത്ത് മോനങ്ങ് പോകാൻ നോക്ക്. അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ആൽബർട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ അച്ഛൻ നമുക്ക് പണിയാകുമല്ലോ ക്രിസ്റ്റിയെ. ഇതുപോലൊരു ഫാദറെ ഞാൻ ആദ്യമായി കാണുക. അല്ല, ഇനി ഇങ്ങനെ അച്ഛൻ തന്നെയാണോ? കൂട്ടത്തിലൊരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞതും അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി ക്രിസ്റ്റി. ഏതൊരു ഭാഗത്തുള്ള ആൾക്ക് ശക്തി കൂടുമ്പോൾ നമുക്ക് എതിരിടാനുള്ള ഉണർവ് കൂടും. അതും ഒരു പള്ളിയിലച്ഛൻ കൂടി ആകുമ്പോ. എടാ അലക്സി, അവൾ എൻ്റെ ചൂണ്ടക്കുളത്തിൽ കോരിക്കാനുള്ള ഇരയാടാ. അതേണ്ടേ ആ പോയത്. ആരെ? ആദ്യം ഇങ്ങനെ ഒതുക്ക്, അല്ലേ നമ്മൾ ഒരു പ്ലാനും നടക്കില്ല. ഓർത്തു? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അലക്സി. കാണിച്ചു തരാം. അപ്പോൾ ഒരു മൂലയിരുന്ന് കളി കണ്ടാ മതി. പറഞ്ഞുകൊണ്ട് താടിയിൽ തടവി ഒരു കുടിലത്തെ നിറഞ്ഞ ചിരി ചിരിച്ചു പോകും. എടി അമ്മിണി, ഒന്ന് വേഗം ആയിക്കോട്ടെ. വല്യമ്മച്ചയെ നോക്കണം, കുളിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണം. പറഞ്ഞുകൊണ്ട് അമ്മണിയുടെ തലയിലൂടെ തലോടി കാടിവെള്ളം ഇളക്കി കൊടുത്ത് അവൾ പിന്നെ ചാണകം ഒരു മൂലയിലേക്ക് തൂത്തിട്ട് കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അയലിൽ നിന്ന് തോർത്തും തുണിയും എടുത്ത് കുളിക്കാൻ കയറി.
കുളി കഴിഞ്ഞ് ചെല്ലുമ്പോൾ വല്യമ്മച്ച് മുകളിലേക്ക് നോക്കി കിടപ്പാണ്. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ടതും മനസ്സിലായി കരയുവാണ്. മുട്ടുകുത്തി കട്ടിലിൻ്റെ അടുത്തിരുന്ന് പിന്നെ കൈകൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുത്തു ജൂ. അന്നമ്മേ, ഇതെന്നാതിനായി കരയുന്നേ? നിന്നെ ഓർത്ത്, നിന്റെ ഭാവി ഓർത്ത്. അതിനിപ്പോൾ എൻ്റെ ഭാവിക്ക് ഇപ്പം എന്താ കുഴപ്പം? കുനിഞ്ഞിരുന്ന ആ കവളിലൊരു ഉമ്മ വെച്ചു അവൾ. അന്നമ്മേ, ഒരു സന്തോഷവാർത്ത പറയട്ടെ. അതേ, ആരോടും പറയല്ലേ. അതും പറഞ്ഞ് കാതോരം മുഖം അടുപ്പിച്ചു. അന്നമ്മേ, അതെ, എൻ്റെ ആളിങ്ങ എത്തിയിട്ടോ. ഞാൻ കണ്ടു. കണ്ടപ്പോൾ ദേഹം ആകെ ഒരു കുളിരും തണുപ്പൊക്കെ തോന്നി. പിന്നെ ആ മണം അതിനെ പൊതിയും പോലെ. പറഞ്ഞുകൊണ്ട് അവൾ അവരെ ഇരു കൈകൊണ്ടും കെട്ടിപ്പിടിച്ച് അവരുടെ മാറിലേക്ക് കവളമർത്തി കിടന്നു. അപ്പോൾ ആ കൺകോണിൽ അവൻ മാറി. ആരാ പൊന്നെ? അവർ ചിരിയോടെ ചോദിച്ചു. ഒന്നേ കണ്ടുള്ളൂ അന്നമ്മേ, ഒന്നുകൂടെ കാണട്ടെ. എന്നാലേ അന്നമ്മ കിടന്നു, ഞാൻ കുരിശ് വരച്ചിട്ട് വരാം. എല്ലാവരും കഴിച്ച പ്ലേറ്റ് കഴുകി കമഴ്ത്തി വെച്ചു. ചെറുതായി മഴ പൊടിയുന്നത് കണ്ടതും ഗ്രില്ല് തുറന്ന് പുറത്തിറങ്ങി അയലിട്ട് തുണികളെടുത്ത് അകത്ത് കയറാൻ തുടങ്ങിയതും മുന്നിൽ തടസ്സം നിൽക്കുന്നവനെ കൂർപ്പിച്ചു നോക്കി. തടസ്സമായി വെച്ചിരിക്കുന്ന കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നതും കയ്യിൽ കയറി പിടിച്ചു. അവനടുക്കാനായി കൈ ഉയർത്തിയതും അവൾ ആ കയ്യിലും കയറി പിടിച്ചു. എന്നാലും ജുവലേ, നീ ഇങ്ങനെ കിടന്ന് പിടക്കുമ്പോഴാ എനിക്ക് കൂടുതൽ കൊതി പെണ്ണേ. കൈ പിടി ക്രിസ്റ്റി. ഉറച്ചതായിരുന്ന അവളുടെ വാക്കുകൾ. നിന്നെ മാറ്റവനെ കണ്ടു ഞാൻ. എന്താ രക്ഷകൻ? അവന്റെ വാക്ക് കേട്ടതും മനസ്സൊന്ന് പറന്നുയർന്നു, ഹൃദയതാളം ഉയർന്നു. എന്നാ പറഞ്ഞേ? കണ്ടോ? എവിടെ വെച്ച്? ആ നിമിഷം മുന്നിൽ നിൽക്കുന്നത് ആരായെന്ന് പോലും മറന്നിരുന്നു അവൾ. ആഹാ, അപ്പൊ നിനക്ക് എന്നോട് മര്യാദക്ക് പെരുമാറാനൊക്കെ അറിയാല്ലേ? എന്നതാടി ഒരു ഇളക്കം? പ്രേമാണോ? അവളിലേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചതും അവനിൽ നിന്നും അകന്നു മാറിയവൾ. ആണെങ്കിൽ നിനക്ക് എന്നതാടാ? അങ്ങോട്ട് മാറി നിൽക്കടാ. അതല്ലെന്നേ, ഞാൻ നിങ്ങളുടെ കെട്ട് നടത്തി തരാമെന്ന് പറയാൻ വന്നതല്ലേ. എന്നതായാലും നിനക്ക് എന്നെ പിടിക്കില്ല. അപ്പൊ പിന്നെ ഇനി ഞാൻ വരുന്നില്ല നിന്റെ പിറകില്. നീ അവനെ പ്രേമിച്ചോ? പാപ്പയെയും മമ്മിയെയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ജുവലേ. കുടിലത നിറഞ്ഞ ചിരിയാൽ അവനത് പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ നിന്നോവൻ. അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഉള്ളിൽ നിറഞ്ഞ് ചിരിച്ചോ. നിനക്കെന്നെ സംശയമാണെന്ന് അറിയാം. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ജുവൽ. നീയാണ് സത്യം. അവളുടെ തലയിൽ തൊടാനായി കൈ നീട്ടിയതും പുറകിലേക്ക് നീങ്ങിയിരുന്നു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറി. ഉറങ്ങാൻ കിടന്നു. പക്ഷെ നിദ്ര കണ്ണുകളെ തഴുകാതെ നിന്നു. അവളുടെ കൺമുന്നിൽ മഞ്ഞിൽ മറന്നേക്ക് തന്നിലേക്ക് അടുത്ത് വരുന്ന ആ രൂപവും തന്നിലേക്ക് നേരെ നീട്ടിയ കൈകളുമായിരുന്നു. ക്രിസ്റ്റി കണ്ടിട്ടുണ്ടാകുമോ? അതോ അവനെ പറ്റിക്കുന്നാകോ? ഈ ജോലി പാവല്ലേ കർത്താവേ, ഒരിക്കൽ കൂടി കൺമുന്നിൽ കാണിച്ച് തന്നേക്കണേ. ഒരു കൂടും മെഴുകുതിരി കത്തിച്ചേക്കാമേ. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാല് സൊസൈറ്റിയിൽ വെച്ച് ആ ഗേറ്റ് കടന്ന് വഴിയിലേക്ക് ഇറങ്ങി. മഞ്ഞിൻ തണുപ്പ് ദേഹത്താകെ പടരുമ്പോൾ ഒന്ന് കുളിര് കൊണ്ടു ശരീരം. എന്താണെന്ന് അറിയാതെ മനസ്സ് തുടിച്ചപ്പോൾ നാലുപാടും നോക്കിയവൾ. കാറ്റിൻ്റെ അകമ്പടിയോടെ തന്നെ പൊതിഞ്ഞു തുടങ്ങുന്ന ആ മണം അടുത്ത് വരുന്ന ചെറിയ ടോർച്ചിന്റെ വെട്ടവും അവളുടെ കാലുകൾ നിശ്ചലമാക്കി നിന്നുപോയി അവൾ. എന്നാൽ തന്നെയും കടന്ന് മുന്നോട്ട് പോകുന്ന ആളെ കണ്ടതും എന്തുകൊണ്ടോ സ്തംഭിച്ചു പോയിരുന്നു ജൂവൽ. അതെ, തൻ്റെ വിളിയിൽ അയാൾ നിൽക്കുന്നതും തിരിഞ്ഞു നോക്കുന്നതും കണ്ട് ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. ഹൃദയം പൊട്ടി താഴെ വീണുപോകും തോന്നിയതും ആ നിമിഷം കൈ നെഞ്ചിലമർത്തി. തൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ കണ്ടതും മുമ്പിനീരിറക്കി തൊണ്ട നനച്ചു ജൂവൽ. ആഹാ, താനോ? പേര്? അവൻ ഓർമ്മ കേട്ടാതെ നെറ്റിയിൽ വിരൽ വെച്ചു. ജുവൽ. പെട്ടെന്ന് പറഞ്ഞുവെങ്കിലും ചെറിയ നീരസം തോന്നിയിരുന്നു അവൾക്ക്. താ പിന്നെ ഇട്ടത് തനിയിറങ്ങി. കുട്ടി വീട്ടിലുള്ള വേറെ ആരെങ്കിലും പറയൂ. പെൺകുട്ടികൾ ഈ നേരത്ത് തനിയെ നടന്നൂടാ. അവനിൽ നിന്നും അത്രയും മാത്രമായി കേൾക്കുന്ന വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുവായിരുന്നു ജുവൽ. അത് ഇനി അവൻ വരില്ല. ആൽബർട്ടിന്റെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ കണ്ണുകൾ എന്തുകൊണ്ടോ വിടർന്നിരുന്നു അവൾ. ആഹാ, അത് നന്നായി. എന്നാ ശരി, താൻ ജുവൽ ചെല്ലി. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് ഇനിയും കാണാന്നേ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അകലുന്നവനെ കണ്ണും മിടിച്ച് നോക്കി നിന്ന് പോയി ജുവൽ. അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പണികൾ കുറച്ച് ഒതുക്കി വേഗം ഒന്നിറങ്ങി രാവിലത്തെ കുർബാനക്ക് പോയി. റീനാമ്മ ഉണർന്നാൽ പിന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വല്യമ്പിച്ചിയോട് സമ്മതം വാങ്ങി ഇറങ്ങിയിരുന്നു. ജാസ്മിനെയും കൂട്ടി അവളുടെ കയ്യും പിടിച്ച് ആ കുത്തനെയുള്ള പടികൾ ഓടിക്കേറിയതും മുകളിലെത്തി കിതച്ചുകൊണ്ട് അവിടെ നടന്നു പോയി. അപ്പോഴേക്കും കുർബാന തുടങ്ങിയിരുന്നു. തലവഴി ഷാളിട്ട് കുറച്ച് പിറകിലായി നിന്നു അവർ. ജുവലെ, നമുക്ക് കുറച്ച് മുന്നോട്ട് നിൽക്കാം, അച്ഛനെ കാണിച്ചു തരാം. അവളത് പറഞ്ഞതും കണ്ണുരുട്ടി കാണിച്ചു ഞാൻ. പിന്നെ ചെറു ചിരിയോടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരിക്കൽ കൂടി കാണിച്ചു തരുമോ ആ മുഖം? ജുവലിപ്പോ ചോദിച്ചോട്ടെ, അതാരാണെന്ന് അറിഞ്ഞൂടെ ജുവലിനെ? തന്നേക്കാമോ കർത്താവേ? പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കണ്ണുകൾ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളിലേക്ക് തറഞ്ഞു നിന്നു. തൻ്റെ കണ്ണുകളെ കണ്ണീർ മൂടി കവിളിനെ തഴുകി ഒഴുകിയിരുന്നു ആ സമയത്ത്.
കുർബാന ചെല്ലുന്ന ആളിലേക്കൊന്ന് നോക്കിയതോ ഹൃദയം വേദനയോട് അലമുറയിട്ട് കാഴ്ചയും മറച്ച് കണ്ണുനീരൊപ്പാൻ പോലും അവൾ മറന്നു. ജാസ്മിൻ അവളുടെ കയ്യിൽ പിടിച്ച് ഭരിച്ചു. എടി നോക്ക് ജുവൽ, എന്തൊരു ഭംഗിയാ, നിനക്ക് തോന്നില്ലേ ഒന്ന് പ്രേമിക്കാൻ? കാതോടടുപ്പിച്ച് പറഞ്ഞതും ശ്വാസം വിങ്ങുന്ന പോലെ തോന്നി. കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പ്രതിഭ കണക്കി നിന്ന് പോയ കണ്ണപ്പോഴും മരവിച്ച പോലെ അയാളിൽ കുടുങ്ങിക്കിടന്നു. പ്രാർത്ഥിച്ച് ഓസ്തിനാവ് നീട്ടി മേടിക്കുമ്പോൾ ആ മുഖത്ത് നോക്കാൻ കഴിയാതെ നിന്നു. മിഴികളുയർത്തി പ്രണയത്തോടെ നോക്കാൻ പേടിച്ചു. കരച്ചിൽ തൊണ്ടക്കുഴിയിൽ കിടന്ന് കുരുങ്ങിയതും ജാസ്മിന്റെ കൈവിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. പുറത്തേക്കുള്ള വാതിലെത്തിയതും ഒരാളിൽ ഇടിച്ച് വെറുപ്പോടെ മുഖമുയർത്തി നോക്കിയതും വിജയച്ചിരിയോടെ നോക്കി നിൽക്കുന്നതിനെ കടന്നു പോകാൻ തുടങ്ങിയതും അവളുടെ കൈകൾ അവൻ മുറുകെ പിടിച്ചിരുന്നു. ആഹാ, നായകനെ കണ്ടിട്ട് കഥാനായകൻ മിണ്ടാതെ പോവാണോ? ഇഷ്ടായി, എനിക്ക് എന്നതായാലും ഇഷ്ടായി. നല്ല സൂപ്പർ ജോഡി. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനത്തിലെത്തിക്കട്ടെ. മാറി ക്രിസ്റ്റി, എനിക്ക് പോണം. എന്തോ കേൾക്കാത്ത പോലെ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും വെറുപ്പോടെ മുഖം തിരിച്ചു പോകും. എന്നതാ ആ പഴയ വീരമില്ലേ ജുവലെ? രക്ഷകന്റെ യഥാർത്ഥ മുഖം കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? എന്നതായാലും കൊള്ളാം. കുഞ്ഞാട അച്ഛനത്തിനെ കയറി അങ്ങ് കാതലിച്ചല്ലോ. ആദ്യമായി അവന്റെ മുന്നിൽ തോൽക്കുന്നത് അറിഞ്ഞു ജുവൽ. ജുവൽ, നീ എന്നെ ഓടിപ്പോയത് കുമ്പസരിക്കുന്നില്ലേ? ജാസ്മിൻ വന്ന് ചോദിച്ചതും ക്രിസ്റ്റിയിൽ ചിരി വിരിഞ്ഞു. അപ്പോഴും അതിശയത്തോടെ കാണുകയായിരുന്നു ജാസ്മിൻ അവന്റെ മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ജുവലിനെ. എന്നാത്തിനാ ജുവൽ നീ കരയുന്നത്? ആഹാ, അപ്പൊ കൂട്ടുകാരി ഒന്നും പറഞ്ഞില്ലേ ജാസ്മിൻ? അവള് വലിയൊരു ഞെട്ടി നിൽക്കുക അല്ലേ ജുവൽ? അവന്റെ ഓരോ വാക്കും പേടിയോടെ കേട്ടു. അനർത്ഥം സംഭവിക്കാൻ പോകും പോലെ ഹൃദയം വീങ്ങി. എന്നതാ കാര്യം പറയ്, അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ജാസ്മിൻ. ഒന്നുമില്ല, പോകാം നമുക്ക്. പറഞ്ഞുകൊണ്ട് മുടിയിൽ നിന്ന് മൂർന്നു വീണ ഷാള് നേരിട്ട് നടന്നതും മുന്നിൽ കയറി നിന്നിരുന്നു ക്രിസ്റ്റി. അതെങ്ങനെ? പുതിയ അച്ഛൻ വന്നതല്ലേ, ഒന്ന് കുമ്പത്തരിച്ച് പോ ജുവലെ. മനസ്സിലുള്ളതെല്ലാം പറഞ്ഞിട്ട് പോയാ മതി നീ. അതല്ലേ അതിൻ്റെ ഒരു ശരി. അത് പറയാൻ ആഗ്രഹിച്ച ആളോടാകുമ്പോൾ ഒരു സുഖം കിട്ടും. എന്താടി? അവളിലേക്ക് മുഖമടുപ്പിച്ച് പറഞ്ഞതും വെറുപ്പോടെ മുഖം തിരിച്ചു പോകും.